അസ്സലാമു അലൈക്കും. എസ് ആർ ഖലീജ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തബ്ബൂലി, വെറൈറ്റി ആയിട്ടുള്ളൊരു തബ്ബൂലി ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് നോക്കൂ. യല്ല ബാ ബാ ഇതൊന്ന് നോക്കിക്കാണും. തബ്ബൂലിക്ക് ആവശ്യമായ സാധനമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഞാനിവിടെ പാർസലി ലീവ്സ് ഒരു വലിയ ബൗൾ, ഒരു 4 പിടി ഞാൻ കട്ട് ചെയ്തെടുത്താണ്. ചെറിയ പീസാക്കി കട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കാണ്. പിന്നെ ഒരു പിടി പുതിനയാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. 3 തക്കാളി സ്ക്വയർ പീസായിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തതാണ്. അതേപോലെ തന്നെ ഒരു 4 ഉള്ളിത്തണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ നോക്കിക്കോളി, ഒരു വെറൈറ്റി തബൂലിയാണിത്. ഒരു കാപ്സിക്കോണ് ഗ്രീൻ കളറ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഒരു കുക്കുംബർ ഇതേമാതിരി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതാ നോക്കും. പിന്നെ ഞാൻ അടുത്ത എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബുറുഗുൾ വൈറ്റാണ്. ഇതിനെ ബുറുഗുളെന്ന് തന്നെ പറയണ, കോതമ്പ് പൊടിച്ചതാണ്. ഇത് നമ്മൾ ബുറുഗുളെന്നാണ് പറയുന്ന ഇത്. അപ്പോൾ ഈ ചെറിയ ഞുറുക്ക് കോതമ്പാണ്. അത് ഞാൻ വാഷ് ചെയ്ത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബുറുഗുളെന്നാണ് അത് പറയുന്നത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മാതളത്തിൻ്റെ പൊളിച്ചതാണ്. ഒരു ബൗൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാ നോക്കൂ, മാതളക്കായാണ്. പിന്നെ അതിനാവശ്യമായ അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ ഐസ്ബറക്ക് ഗൈറ്റൂസാണ്. അത് നമുക്കുള്ള സർവ് ചെയ്യുമ്പോൾ ആ ട്രേയുടെ അടിയിൽ വയ്ക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇനി അടുത്ത നമുക്കൊന്ന് സോസിൻ്റെ സാധനങ്ങളൊന്ന് നോക്കാം. സോസ് എന്തൊക്കെയാണെന്നുള്ളത് ആവശ്യമുള്ളതൊന്ന് നോക്കാം. ഞാൻ ഒരു ചെറിയ ബൗൾ ഒലിവ് ഓയിൽ എടുത്തിട്ടുണ്ട്. അതേമാതിരി അളവിൽ ലെമൺ ജ്യൂസും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പൊമോഗ്രാം സീഡ്, റുമ്മാൻ്റെ സോസാണ്. ഇതാണ് പൊമോഗ്രാം സീഡ്. പൊമോഗ്രാം സീഡല്ല, പൊമോഗ്രാം സോസ്. അതാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള 2 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടി. ഇത്ര സാധനമാണ് നമ്മൾ തബ്ബൂലി ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ളത്. എന്നാലും നമുക്കൊന്ന് തയ്യാറാക്കാമല്ലോ. ആദ്യം നമുക്ക് ഇതിനകത്തോട്ട് ഈ സോസുകളെല്ലാം കൂടി ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ ജ്യൂസ്, ഒലിവ് ഓയിൽ, നാരങ്ങ ജ്യൂസ് ആവശ്യത്തിന് മതി. വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഉപ്പും ബ്ലാക്ക് പേപ്പർ ഇതിനകത്ത് ബ്ലാക്ക് പേപ്പറുണ്ട്. പിന്നെ അടുത്തത് പൊമോഗ്രാൻ സോസാണ് ഇതിൽ ഒഴിക്കുന്നത്. പൊമോഗ്രാൻ സോസ്, ഇത് ഉമ്മ സോസ് എന്നും പറയും, 2 രീതിയിലും പറയും. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കാം. ഉപ്പും എല്ലാം കൂടെ ഒന്ന് അരിഞ്ഞ് വരട്ടെ. ഞാനൊന്ന് മിക്സാക്കിയിട്ടുണ്ട്. അടുത്ത നമുക്ക് ഇതിനകത്തോട്ട് ഈ കോതമ്പ് ഞുറുക്ക് ബുറുഗുളിട്ട് കൊടുക്കാം. ബുറുഗുള് ഞാൻ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്ത്, ഇനി അടുത്തത് നമ്മൾ ഈ പച്ചക്കറി എല്ലാം അതിലോട്ടിട്ട് കൊടുക്കാം. നോക്കൂ, ഞാൻ പച്ച കാപ്സിക്കം, തക്കാളി, കുക്കുംബർ, പുതിന, പാർസലി ലീവ്സ്, ഉള്ളിത്തണ്ട് എല്ലാം കൂടി നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഹെൽത്തി ഡയറ്റുകാർക്കൊക്കെ സൂപ്പറായ ഒരു തബ്ബൂലിയാണ്. ഡയറ്റ് ചെയ്യുന്നവർക്കും ഇന്നത്തെ കാലത്ത് നമുക്ക് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കൂടുതലും കഴിക്കേണ്ടിയുള്ളത്. നോക്കൂ. ഇനി അടുത്തത് അതിനകത്തോട്ട് റുമ്മാൻ സീഡ് ആഡ് ചെയ്യും. നോക്കൂ, അടുത്തത് നമുക്ക് റുമ്മാൻ സീഡ് ഇതിനകത്തോട്ട് പകുതിയോളം ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. മുകളിൽ കാർണിഷായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സാക്കാം. ഇവിടെ കുറച്ച് ലൈറ്റിൻ്റെ കുറവാണ്, അതാണ് നല്ല ക്ലിയർ വെട്ടമില്ലാത്തത്. നോക്കൂ, മാഷാഅല്ലാ. ഉപ്പെല്ലാം നിങ്ങൾ ട്രൈ ചെയ്യണം. നോക്കൂ, ഇവിടെ തബ്ബൂലി തയ്യാറായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
നാരങ്ങ ജ്യൂസും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ ജ്യൂസ് കുറച്ച് കുറവും. അതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്ത് ആഡ് ചെയ്യുന്നു. നിങ്ങളിതൊന്ന് നോക്കിയിട്ടാണ് ഈ തപ്പൂലി എങ്ങനെ ഉണ്ടെന്ന്. ഇതാ നോക്കിയാണ് ഇതെങ്ങനെ ഉണ്ടെന്ന് ഈ തപ്പൂലി. മാഷാ അല്ലാഹ്, തബാറക്കത്ത് റഹ്മാൻ. ഇനി നമുക്കതൊന്ന് സർവ് ചെയ്യും. ഇതെങ്ങനെയാണ് സർവ് ചെയ്യണതെന്ന് ഒന്ന് നോക്കാം. ഞാൻ ഇതേമാതിരി ഒരു സലാഡ് ബൗളെടുത്തിട്ടുണ്ട്. ഈ ബൗളിനകത്തോട്ട് നമുക്ക് ബൗളിനകത്തോട്ട് ഐസ് ബറക്ക് വെച്ച് കൊടുക്കണം. ഐസ് ബറക്ക് ഇതേമാതിരി ഡിസൈനാക്കി നമുക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് എല്ലാ ഐസ് ബറക്കും ഇതിനകത്തോട്ട് ഡിസൈൻ ചെയ്ത് വെച്ച് കൊടുക്കണം. ആവശ്യമുള്ളവർ ഈ ഐസ് ബറക്കും എടുത്ത് കഴിക്കും, തബൂലി എടുത്ത് കഴിക്കും. നോക്കൂ എങ്ങനെയുണ്ട്, അടിപൊളിയായില്ലേ? മാഷാ അല്ലാഹ്, ബാവ് തബാറക്കത്ത് റഹ്മാൻ. നോക്കൂ നോക്കൂ. ഇത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഐസ് ബറക്ക് ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും വെച്ചാലും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കണം താഴോട്ട്. അപ്പോൾ അത് നല്ലതായിട്ട് അമർന്നിരിക്കും. കണ്ടല്ലോ നിങ്ങൾ, കണ്ടല്ലോ.